ചോദിച്ചാൽ മതിയല്ലോ, അപ്പൊ എല്ലാവരും തരുമല്ലോ. അതാ നമുക്ക് ക്ലാസ് നമ്പർ വരെ ഇടാം, എന്നിട്ട് നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അതെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. എന്നാ പിന്നെ എളുപ്പമുണ്ടല്ലോ, എല്ലാവർക്കും അറിയാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാലോ. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നല്ലത്. ഗ്രൂപ്പ് ഇട്ടാക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് എല്ലാവരും ആഡ് ചെയ്യുന്നതിന് അതിന് ഇതിൽ നിനക്ക് സംസാരിക്കുന്നിടത്ത് ക്ലിയറും അല്ലല്ലേ, ഭയങ്കര ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസ് ആണ്. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. ഇന്ന് ആരെങ്കിലും വന്നില്ലെങ്കിൽ നമ്മൾ നോട്ടില്ലേ, അത് ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഇടാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എല്ലാവർക്കും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തരുന്നതല്ലേ, അത് മാത്രമല്ല PDF ഇട്ട് തന്നാലും ഇത്രയും പ്രിന്റ് എടുക്കുന്നത് അതൊരു ചെലവല്ലേ എല്ലാവർക്കും. എല്ലാവർക്കും അത് അഫോർഡബിൾ ആവണം എന്നില്ലല്ലോ ദിവസവും ക്ലാസ് പ്രിന്റ് എടുക്കാന്നുള്ളത്. പിന്നെ PDF ആയിട്ട് ഓപ്പൺ ആക്കി വെച്ചാൽ മതി. പ്രിന്റ് എടുക്കേണ്ട പ്രിന്റ് എടുക്കുന്നതിലല്ല, ആരെങ്കിലും ലെക്ചർ നോട്ട് നല്ലതായിട്ട് എഴുതത്തില്ലേ, ഒരു ചെറിയ ചെറിയ പോയിന്റ് ആയിട്ട് അതിങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടാൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും. ഡെയിലി ഉള്ളത് ഇട്ടാൽ മതി. പക്ഷെ ക്ലാസ് നമ്മൾ എന്തായാലും കേൾക്കണം. അങ്ങനെ പറ്റുന്ന ഇന്നലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഗ്രാമറിന്റെ ക്ലാസ് എടുത്തിരുന്നോ? മനസ്സിലായിട്ടില്ല. പറഞ്ഞത് മുഴുവൻ സെന്റൻസ് ആണ്, 4 സെന്റൻസിനെ പറ്റിയാ പറഞ്ഞത്. 95 പേജിന്റെ ഇത് വിട്ടിട്ടില്ലേ, അത് മൊത്തം 6 മാസത്തെ ക്ലാസ് ആണ്. ഇത് മൊത്തം 4 ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ബാക്കി നമുക്ക് വാട്സാപ്പിൽ ചർച്ച ചെയ്യാം. 195 പേജിന്റെ ഇല്ലേ, നമ്മൾ പ്രസ്സിൽ പോയിട്ട് അവരോട് ബുക്ക്ലെറ്റ് ടൈപ്പിൽ എടുത്തു തരാൻ വേണ്ടി പറഞ്ഞാൽ മതി. അപ്പൊ ഒരു 60 രൂപയാവുള്ളൂ. 60 ഇവിടെ ഒക്കെ 45 രൂപയുള്ളൂ ബുക്ക്ലെറ്റ് ടൈപ്പിൽ എടുക്കുമ്പോ, അത്ര എണ്ണം പ്രിന്റ് എടുക്കുന്നതിന്. കാരണം അല്ല, നമ്മൾ അവര് ബുദ്ധിമുട്ടല്ലേ എപ്പോഴും. കയ്യിലൊരു ബുക്ക്ലെറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ നല്ലത്. പ്രസ്സിൽ പോയാൽ മതി. അപ്പൊ വളരെ എമൗണ്ട് കുറവായിരിക്കും. കാരണം ബുക്ക്ലെറ്റ് ടൈപ്പ് എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞാൽ മതി. നോർമൽ കേസ് നമ്മൾ ഡബിൾ സൈഡ് പ്രിന്റ് എടുക്കുമ്പോൾ ബോത്ത് സൈഡിനൊക്കെ നല്ല റേറ്റ് ആവും, പലയിടത്തും പല പൈസ ആയിരിക്കും. അപ്പം ഈ പ്രസ്സിലൊക്കെ പോവാണെങ്കിൽ കുറച്ച് റേറ്റും കുറവായിരിക്കും. ബുക്ക്ലെറ്റ് ടൈപ്പ് എടുത്ത് തരാൻ പറഞ്ഞാൽ മതി, അതായിരിക്കും നല്ലത്. അതാകുമ്പോൾ കുറച്ച് പേജസേ വരുവുള്ളൂ താനും. ഈ നിങ്ങൾ ഈ പറഞ്ഞ 195 പേജ് അത് വാട്സാപ്പിൽ ഇട്ടതാ പറയായിരുന്നു അല്ലേ? ഹലോ ഹലോ 256 പേജ് ഉണ്ട്, രണ്ടും കൂടെ 80 പേജ് ഉണ്ട്, 195 ഉണ്ട്. അതന്നെ, അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടോ? അത് ഗ്രൂപ്പിൽ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. ക്ലാസ് റൂമിലല്ലേ? അപ്ലോഡ് ആയിട്ടുണ്ടോ? റൂമിലും ഉണ്ട്, വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. മാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ, 11:40 ആയല്ലോ. അല്ല, ഇന്നത്തെ ക്ലാസ് അപ്ലോഡ് ആയിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ലല്ലോ. ഇംഗ്ലീഷിന്റെ നോട്ട്സ് 12 മണിക്ക് ശേഷമാണ് വിടുള്ളൂ. യൂട്യൂബിൽ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകളൊക്കെ കിടപ്പുണ്ട്, അശ്വതി മാഡത്തിന്റെ ഒക്കെ. ഹലോ, മൊത്തത്തിലാണെങ്കിലേ ഒരു 190 സംതിങ്ങും പിന്നെ ഒരു 70 അത്രയാണ് വന്നേക്കുന്നത് എല്ലാവർക്കും. അതെ 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 അതെ. അപ്പൊ ഇന്നലെ പഠിപ്പിച്ച ഇംഗ്ലീഷ് അതി വരുമോ? ഇല്ല, ഇംഗ്ലീഷ് അയച്ചു തരുമെന്നല്ലായിരുന്നോ പറഞ്ഞ ഇന്നലെ? നിങ്ങൾക്ക് ഞാൻ തരുമെന്നായിരുന്നു. 5 ക്വസ്റ്റ്യൻസ് തരാന്ന് പറഞ്ഞിട്ട് തന്നില്ലല്ലോ. ഇല്ല ഇല്ല. താങ്ക്സ്. നമ്മളെല്ലാവരും ഒരേ ഗ്രൂപ്പിൽ തന്നെയാണോ? ഒന്നത് കൺഫേം ചെയ്യാവോ? നിങ്ങൾ എല്ലാവരും ഫുൾ എമൗണ്ട് കിട്ടിയിട്ടാണോ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തേക്കുന്നത്? അല്ലല്ലോ, അല്ല, 1000 മാത്രമേ അടച്ചിട്ടുള്ളൂ. 1000 അല്ലേ? ഓക്കെ. ഇവര് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തില്ല. നമ്മൾ സംസാരിക്കുന്നോണ്ടായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാത്ത. പറയത്തില്ലേ, വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞാണല്ലോ, പക്ഷെ വന്നിട്ടില്ല ഇതുവരെ. ഈ അല്ലേലും നേരത്തെ ഇതുപോലായിരുന്നു. ചാപ്റ്റർ ഫ്രണ്ടിൽ കുറെ നേരം ഇട്ടതിന് ശേഷമാ മിസ് വന്ന് ക്ലാസ് എടുത്തേ അല്ലേ?
ഇടയ്ക്ക് നിങ്ങൾ റെക്കോർഡിംഗ് ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാളായോ? തോന്നുന്നു. മിസ് കേൾക്കുന്നുണ്ടല്ലോ. എല്ലാരും നിങ്ങളെല്ലാരും ഹൗസ് വൈഫ് ആണോ അതോ ജോലി ചെയ്യുന്നവരാണോ? ഞങ്ങളെല്ലാം ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ് ആണ് ആണോ? ഞാനും. എല്ലാരും. കണ്ണൂരുകാരെങ്കിലും ഉണ്ടോ ഇതില്? കണ്ണൂര് കുറെ ജില്ലക്കാരാണോ? കണ്ണൂരില്ല, കർണാടക ഉണ്ട്, കർണാടക. ഹലോ, ഞാൻ കണ്ണൂരാണ്. ആര് കണ്ണൂർ ഉണ്ടായിരുന്നല്ലോ, ഒരു പയ്യന്നൂര് ആരോ ഉണ്ടായിരുന്നല്ലോ. ഞാൻ കൊല്ലവാ. ഞാൻ പയ്യാവൂര്. ആലപ്പുഴക്കാരെങ്കിലും ഉണ്ടോ? ആലപ്പുഴ, ആലപ്പുഴ. ആലപ്പുഴ ഉണ്ട്. ഉണ്ടോ? കോഴിക്കോട്ടെ ഉണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. 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 ഫോണിലേക്ക് 60 രൂപ ആകുള്ളൂ എന്ന് പറയുന്നത്. പ്രിന്റിംഗ് പ്രസ്സിൽ എടുത്താല് ബുക്ക്ലെറ്റ് ആക്കി എടുക്കാം. ഊനമാവുണ്ട് സെന്റ് ജോസഫ് പ്രസ്. ഓക്കെ ഓക്കെ. ക്ലാസ്സിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ആയിരുന്നു അല്ലേ? ഓക്കെ, നിങ്ങൾ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഓർത്ത് നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പൊ പുതിയ ക്ലാസ് കഴിഞ്ഞ ക്ലാസ് മാഡത്തിന്റെ പേരും കൂടെ പറയണേ. മാഡത്തിന്റെ പേര് കൂടെ ഒന്ന് പറയണേ. ഞാൻ പരിചയപ്പെടും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ചില ചാപ്റ്റേഴ്സ് ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്റെ പേര് ട്രീസ. ഓക്കെ, നിങ്ങളെല്ലാവരും പരിചയപ്പെടാം. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പരിചയപ്പെടാൻ പറ്റില്ലല്ലോ. സോ നമുക്ക് ഓരോ ക്ലാസ്സിലും കൂടെ വീട്ടിലേക്ക് പഠിക്കാം കേട്ടോ. നിങ്ങൾ ഇവിടെ എറണാകുളത്ത് നിന്നൊക്കെ വരുന്നവരുണ്ടോ? ഒത്തിരി പേര്. എല്ലാവരും ഓക്കെ. എറണാകുളത്ത് നിന്ന് എവിടെയാണ്? അങ്കവാലി. അങ്കമാലി. ഓക്കെ ഓക്കെ. ബാക്കി എല്ലാവർക്കും ഒത്തുപോകുന്നുണ്ടല്ലേ? ഓക്കെ. ആലുവ. ഓക്കെ ഓക്കെ. ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. നമുക്ക് എല്ലാവരും ഓരോ ക്ലാസ് കഴിയുമ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ. നമുക്ക് അധികം ഇന്ററാക്ഷൻ ഒന്നും പറ്റില്ലല്ലോ. എങ്കിലും നമുക്ക് അത്യാവശ്യം മാക്സിമം പരിചയപ്പെടാനൊക്കെ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ഇന്നലത്തെ ക്ലാസ്സുകൾ, ഫസ്റ്റ് ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും എളുപ്പമായിരുന്നോ? കംഫർട്ടാണോ? കംഫർട്ട് അല്ല, പിന്നെ എന്താ പറഞ്ഞോളൂ. ഗ്രാമറിന്റെ ക്ലാസ് തീരെ കംഫർട്ടബിൾ അല്ല. ഗ്രാമർ മീൻസ് ഇംഗ്ലീഷ് ക്ലാസ് ആണോ? ഇംഗ്ലീഷിലാണ്. ഓക്കെ. നിങ്ങളപ്പോ പുതിയൊരു കോഴ്സ് എടുക്കുകയാണ്. അപ്പൊ ചിലർക്ക് ഒത്തിരി ഗ്യാപ്പുള്ളവരുണ്ടാവും, ദെൻ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവും അല്ലെ? സോ ഗ്യാപ്പുള്ളവർക്ക് കുറച്ചധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു പുതിയൊരു ടേമും കാര്യങ്ങളൊക്കെയാണ് നമ്മള് ഒരു ഹോസ്പിറ്റൽ സെക്ഷന് ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പഠിച്ച കുട്ടികൾ ഉണ്ടാവും അല്ലെ? അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് ആവുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് ക്ലാസ് ഒക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒത്തിരി ടെൻഷൻ ഒന്നും ആവേണ്ട കാര്യമില്ല. മനസ്സിലാവണില്ല അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ആദ്യത്തെ ഒരു 2 വീക്സ് അത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളുടെ ഒപ്പം ഒന്ന് ഫോളോ ചെയ്ത് പോയിക്കോളൂ കേട്ടോ. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മോഡൽ എക്സാമുകൾ തരും. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞില്ലേ ടീച്ചർ? ഓക്കെ. ഓക്കെ. ഇനി നിങ്ങളോട് എല്ലാ ടീച്ചേഴ്സും പറയാറുണ്ട്, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. കാരണം ഒരാളുടെ നമുക്കറിയാം, ഇപ്പൊ വീട്ടിലിരുന്ന് കാണുന്ന ക്ലാസ്സുകളാവുന്നത് അല്ലെ? അപ്പൊ വീട്ടിലത്തെ സൗണ്ടുകളും പല പല സൗണ്ടുകളൊക്കെ ആവുമോ ബാക്കി എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആവരുത്. സോ നിങ്ങൾ സ്വയം എന്ത് ചെയ്യാം, ഒന്ന് കോപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവാൻ കേട്ടോ. ഓക്കെ, എന്റെ പേര് ട്രീസ. ഇനി കേൾക്കാത്തവരുണ്ടോ? ഓക്കെ, ട്രീസ എന്നാണോ മാം? അതെ അതെ. ഓക്കെ, സൗണ്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ? ക്ലിയർ ആണ്. ഇനി മൊത്തത്തില് ടോട്ടലായിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സൗണ്ട് ക്ലിയർ അല്ല, അല്ലെങ്കിൽ സ്ക്രീനിന്റെ പ്രോബ്ലം ഉണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി 1-2 പേർക്ക് ചിലപ്പോൾ ക്ലിയർ ആവില്ല. അങ്ങനെയൊക്കെ വരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ റേഞ്ചിന്റെ പ്രോബ്ലംസ് ആയിരിക്കും കേട്ടോ. അല്ല മൊത്തത്തിൽ ഓക്കെ ടോട്ടലായിട്ട് കാണുന്നില്ല അല്ലെങ്കിൽ കേൾക്കുന്നില്ല എങ്കിൽ നമ്മുടെ ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കും. അങ്ങനെയുള്ള കേസസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ. മാമിന്റെ പേരെന്താ? എന്റെ പേര് ഞാൻ പറഞ്ഞില്ല, ഇനി ഒന്ന് കമന്റ് ഇടാം. ഓക്കെ.
ഓക്കെ ഓക്കെ താങ്ക് യു മാം. നമ്മൾ ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇടയ്ക്ക് വെച്ചിട്ട് ചോദിക്കരുത്. നമ്മൾ ഓരോന്നും സ്റ്റോപ്പ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല. മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒത്തിരി കുറെ ഒന്നും പോകുന്നില്ല. ചെറിയ പോർഷനായിട്ട് തന്നെ ഓരോ ദിവസം ഫോളോ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ മാക്സിമം ഇന്ന് തന്നെ ആ ക്ലാസ് ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അറ്റ്ലീസ്റ്റ് പഠിച്ചില്ലാണെങ്കിൽ ഇത് കിടക്കുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് വായിക്കാം. എല്ലാ ടീച്ചേഴ്സിന്റെ ക്വസ്റ്റനും ഒന്ന് വായിക്കണം കേട്ടോ. എന്നാലും നമുക്ക് പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും കാരണത്താൽ ക്ലാസ് കാണാൻ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥയ്ക്ക് വരാം അല്ലെ? നമുക്ക് സ്വാഭാവികമാണ്. എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ കുട്ടികളോടവർക്കോ അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ ക്ലാസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, റെക്കോർഡഡ് ക്ലാസ് ഒന്ന് കാണാം. മാക്സിമം നിങ്ങൾ ആ പ്രിന്റഡ് നോട്ട് കയ്യിൽ വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, നമ്മള് ഓരോ ക്ലാസ് എടുക്കുമ്പോഴും നിങ്ങളുടെ കയ്യിലുള്ള പ്രിന്റഡ് നോട്ട് കയ്യിൽ വെക്കുക. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ഇമ്പോർട്ടൻസ് ആയിട്ട് ചില പോയിന്റ്സ് ഒക്കെ പറയുമല്ലോ. സോ ഇമ്പോർട്ടൻസ് പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യുകയും സ്റ്റാർ ഒക്കെ ചെയ്യുക. പിന്നെ എന്താ ഒരു കാര്യം പറയുന്നത്, നോട്ട്ബുക്ക് എടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ ഓരോ ടീച്ചേഴ്സിനും അങ്ങനെ ഓരോ നോട്ട്ബുക്കും നിങ്ങൾ കയ്യിൽ വെക്കുക. നോട്ട്ബുക്കിൽ എക്സ്ട്രാ എന്തെങ്കിലും നോട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് പറയും, അപ്പൊ നിങ്ങൾ എക്സ്ട്രാ നോട്ട് എഴുതാം. ലെക്ചർ നോട്ടായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടേമുകളോ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. സ്ക്രീൻ ക്ലിയർ അല്ല എന്ന് പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണോ സ്ക്രീൻ? നമ്മള് പുതിയൊരു ചാപ്റ്റർ ആണ് ടീച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ടീച്ചർ ഇന്ന് തുടങ്ങുന്നത് കേട്ടോ. നോക്കാം. ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ്. ഒരു ഹോസ്പിറ്റലിനുള്ളിലെ വാർഡ് എന്താണെന്നും അതിനുള്ളിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്കറിയാം, നമ്മള് ഹോസ്പിറ്റലിൽ പോകാത്തവരുണ്ടോ? നമ്മൾ എന്തെങ്കിലും കാരണത്താലും ചെറിയ കുഞ്ഞു അസുഖങ്ങളാലും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളെയോ എന്തെങ്കിലും ആയിട്ട് നമ്മള് ജീവിതത്തിൽ ഹോസ്പിറ്റലിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിൽ പോവാറുണ്ട് അല്ലെ. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ സെക്ഷൻസ് കാണാറുണ്ട് അല്ലെ. നമുക്കറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് എന്താ, നമ്മൾ ചീട്ട് എടുക്കാനും അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണണമെങ്കിലും നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ കാണണമെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ പോയി ഓടിപ്പോയി ഡോക്ടറിന്റെ മുമ്പിൽ കാണാറുണ്ടാ? ഇല്ല അല്ലെ. നമ്മൾ അധികമായിട്ട് ചീട്ട് എടുക്കണം, റിസപ്ഷനിൽ പോയിട്ട് നമ്മൾ അഡ്മിറ്റ് കാർഡൊക്കെ എടുത്ത് ഡോക്ടർ നമ്പറൊക്കെ എടുത്തിട്ടല്ലേ ഡോക്ടർ കാണുക. സോ അപ്പോൾ ആ ഒരു സെക്ഷനാണ് റിസപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെ സെക്ഷൻ ഉണ്ട് ഹോസ്പിറ്റലിനുള്ളിൽ? ഹോസ്പിറ്റലിനുള്ളിൽ എന്തൊക്കെയുണ്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഭയങ്കര നിങ്ങൾ പറഞ്ഞ ഹോസ്പിറ്റലിൽ ഓക്കെ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പറയുന്നത് ഹോസ്പിറ്റൽ വാർഡ് അല്ലെ. നമ്മള് പേഷ്യന്റ് അഡ്മിറ്റഡ് ആവുന്നതാണ്, അല്ലെങ്കിൽ റൂമിൽ അഡ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് അഡ്മിറ്റ് ചെയ്യുക, വാർഡിൽ അഡ്മിറ്റ് ചെയ്യും അല്ലെ. എന്താണ് ഇങ്ങനെ ഒരു വാർഡ്? നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാക്കാം അല്ലെ. ഇപ്പോഴൊക്കെ ഏതെങ്കിലും സാഹചര്യത്തിൽ ചിലപ്പോൾ വാർഡിൽ കിടന്നിട്ടുള്ളവരായിരിക്കാം ഓൾമോസ്റ്റ് അല്ലെ. എല്ലാവരും അല്ല, അറ്റ്ലീസ്റ്റ് വാർഡിൽ പോയിട്ടെങ്കിലും ഉണ്ടായിരിക്കാലോ. നമ്മുടെ കസിൻസോ ആരെങ്കിലും കിടക്കുമ്പോൾ വാർഡിൽ സന്ദർശിച്ചവരൊക്കെ നമ്മൾ പോയിട്ടുണ്ടാവില്ലേ. സോ നമ്മൾ ആ കാണുന്ന വാർഡ് എന്താണെന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾക്കൊരു ചെറിയൊരു ഡെഫിനിഷൻ പോലെയാണ് ആദ്യം ഈ ചാപ്റ്ററിൽ പറയുന്നത്. കയ്യിൽ നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിന്റെ കോപ്പി ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, ആ കോപ്പി ഒന്ന് കയ്യിലെടുത്ത് പിടിക്കുക. ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, സ്ക്രീനിൽ തന്നെ നിങ്ങൾ നോക്കാം കേട്ടോ. ഡെഫിനിഷൻ നമുക്ക് നോക്കാം. A ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. Stay can be long-term or short-term, depending upon the severity of condition. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. എ വാർഡ് ഈസ് എ റൂം. വാർഡ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഒരു റൂമാണ് അല്ലെ. ഒരു ലോങ് ആയിട്ടുള്ള ചെറിയ റൂമാണോ വാർഡ് എന്ന് പറയുന്നത്? അല്ല, കുറച്ച് നീളത്തിലുള്ള ഒരു റൂമാണ്. ബെഡ്സ് ആർ അറേഞ്ച്ഡ് ഫോർ മെനി പീപ്പിൾ. ഒത്തിരി ബെഡ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. കോമൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. കുറെ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലെ.
അപ്പൊ ഹോസ്പിറ്റലിൽ ഒരു റൂമാണ് വാർഡ് എന്ന് പറയുന്നത്. ദെൻ അവിടെ എന്താണ് കുറച്ച് ബെഡ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി പേഷ്യൻസിന് കിടക്കാൻ സജ്ജീകരിച്ചിട്ടുണ്ട് അല്ലെ, ബെഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. Then often people who need similar treatment, ഏകദേശം ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്നത്. Then stay can be long term or short term depending upon the severity of condition. നമുക്കറിയാം വാർഡില് നമ്മൾ കിടക്കുമ്പോ നമ്മളുടെ ആ ഒരു ബെഡിന് വേറൊരു പേഷ്യൻസ് കിടക്കുന്നുണ്ടാവും അല്ലെ. സെയിം നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ ആയിരിക്കും അയാൾ ഡിസ്ചാർജ് ചെയ്യുന്നത് ആണോ? എല്ലാവരും ഒരേ ടൈമിൽ അല്ലെങ്കിൽ ഒരേ ദിവസത്തിലായിരിക്കും ഡിസ്ചാർജ് ചെയ്യുക ആണോ? അങ്ങനെയാണോ? അല്ല. അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ അല്ലാന്ന് നമ്മൾ പറയുന്നത്? മീൻസ് ഒരേ ഡേറ്റിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യാത്തത് നമ്മുടെ സെപ്പറേറ്റഡ് ആയിട്ട് അല്ലെ. അതായത് ഒരാളുടെ അസുഖമായിരിക്കില്ല മറ്റൊരാളുടെ കണ്ടീഷൻ, അതാണ് സെവറിറ്റി ഓഫ് കണ്ടീഷൻ, അതായത് രോഗത്തിന്റെ ഒരു അവസ്ഥ അല്ലെ. ഇപ്പൊ ചിലവർക്ക് ഒരു 3 days കൊണ്ടോ അല്ലെങ്കിൽ ഒരു 5 ദിവസത്തെ ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ അവളെ ഡിസ്ചാർജ് ചെയ്യും അല്ലെ. വേറൊരു പേഷ്യന്റിന് 5 ദിവസം ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടും ആൾക്ക് കുറവൊന്നുമില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യില്ല അല്ലെ. സോ ഒരു 10 ദിവസം ആളെ അഡ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 5 ദിവസം കൂടി കിടന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയും. സോ ഓരോ പേഷ്യൻസിന്റെയും രോഗത്തിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ആള് ലോങ് ടേം ഓർ ഷോർട്ട് ടേം എന്ന് വെച്ചാൽ എത്ര ദിവസം കിടക്കും. ചിലവർ കുറച്ച് ദിവസം കിടക്കും അല്ലെ, ഷോർട്ട് ടേം കാലാവധിയിൽ കിടക്കും. ചിലവർ കുറച്ച് ലോങ് ടേം ആയിട്ട് ഒരു 10 ദിവസമോ അല്ലെങ്കിൽ എന്താ 15 ദിവസമോ ഒക്കെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യും. അത് അവരുടെ രോഗാവസ്ഥയെ പാലിച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് അവരുടെ കണ്ടീഷൻ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യുക, അഡ്മിറ്റ് ചെയ്യുക. Then ഒരു പ്രാവശ്യം കൂടെ വായിക്കാം, നിങ്ങളൊന്ന് മീനിങ് ഒന്ന് നോക്കാം കേട്ടോ. A ward is a room in a hospital where beds are arranged for many people. Often people who need similar treatment. Stay can be long term or short term depending upon severity of condition. ഒരു വാർഡ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഒരു റൂമാണ്. Then അവിടെ എന്താണ്, ബെഡ്സ് ആർ അറേഞ്ച്ഡ്, ധാരാളം ബെഡുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. For many people, ഇവിടെ പീപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാ? പേഷ്യൻസ് അല്ലേ. പേഷ്യൻസിന് വേണ്ടി ധാരാളം ബെഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു റൂമാണ്. ദെൻ സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ചിലപ്പോ ഏകദേശം ഒരേ അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ട്രീറ്റ്മെന്റ് ഒക്കെ ഏകദേശം സിമിലർ ആയിരിക്കും. ടോട്ടലി ഒരേപോലത്തെ അസുഖങ്ങളായിരിക്കും എന്നല്ല ഇവിടെ പറയുന്നത്. Then they can be long term or short term അല്ലേ. ചിലവര് കുറെ ലോങ് ടേം ആയിട്ട് അവിടെ അഡ്മിറ്റഡ് ആകും. ചില പേഷ്യൻസ് എന്താണ് കുറഞ്ഞ കാലാവധിയിൽ അല്ലെങ്കിൽ ഒരു 3 ദിവസമോ 5 ദിവസമോ ഒക്കെ ആയിരിക്കും അഡ്മിറ്റ് ആകുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ എന്തിന്റെ അടിസ്ഥാനത്തില് അവരുടെ രോഗത്തിന്റെ സെവറിറ്റി ഓഫ് കണ്ടീഷൻ, അവരുടെ രോഗാവസ്ഥ. അതായത് ചിലപ്പോ ആൾക്ക് ചിലപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകാം. ചിലപ്പോ ഒരു പനി ചുമയൊക്കെ ആയിട്ട് നമ്മൾ പോയി ഒരു 3 ദിവസം ഒരു ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആയി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത്. ചില പേഷ്യൻസിന് ഇപ്പൊ ഒരു 10 days ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു 10 days കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ, ഡിസ്ചാർജ് ചെയ്യുള്ളൂ. സോ രോഗത്തിന്റെ ഒരു കണ്ടീഷനെ അനുസരിച്ചാണ് പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയോ? ഒരു വാർഡ് എന്താണ്, ഒരു വാർഡ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ഓക്കെ ആയോ എല്ലാവർക്കും? ഓക്കെയാണ്. ഓക്കെ, നിങ്ങൾ ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഡെഫിനിഷൻ എല്ലാവരും ഒന്ന് സ്വയം ഒന്ന് വായിക്കാം. ഒരു 2 minutes സമയം തരാം. നിങ്ങൾ തന്നെ സ്വയം വായിക്കാം, നിങ്ങൾ തന്നെ ഒരു മീനിങ് ഒന്ന് മനസ്സിലാക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. വായിച്ചു. ഓക്കെ, നമ്മൾ ഇട്ടാറില്ലേ? ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേ? നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി എന്തെങ്കിലും കുറച്ചുകൂടി അറിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡെഫിനേഷനിലൂടെ ഒരു ഓവറോൾ ആയിട്ട് ഒരു ഹോസ്പിറ്റൽ വാർഡ് എന്താണെന്നാണ് നമ്മളിപ്പോ വായിച്ചത്. ഓക്കെ, നെക്സ്റ്റിലോട്ട് പോവുകയാണ് കേട്ടോ. Then the purpose of any hospital ward. Purpose means എന്താണ്, ഉദ്ദേശങ്ങൾ അല്ലെ. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുകളിൽ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വാർഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? അതിനെന്തെങ്കിലും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ ഉദ്ദേശങ്ങളാണ് നോക്കാൻ പോകുക. കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഡയഗ്നോസിസ് ആ ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡയഗ്നോസിസ് ടെസ്റ്റ് എന്നൊക്കെ പറയാറില്ലേ? ഡയഗ്നോസിസ് മീനിങ് അറിയോ?
രോഗം കണ്ടുപിടിക്കുക. രോഗനിർണയം. രോഗനിർണയം കറക്റ്റ് ടേം എന്ന് പറഞ്ഞാൽ രോഗനിർണയം. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. രോഗം എന്താണെന്ന് കണ്ടുപിടിക്കണം, എന്നാലേ അതിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം, ഇപ്പൊ നമ്മളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഡോക്ടേഴ്സ് തരാറുണ്ട്. അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് പനിച്ച് മയക്കാവുന്ന പെട്ടെന്ന് മെഡിസിൻ വാങ്ങിച്ച് വീട്ടിൽ പോകുന്ന ടൈം ആണെങ്കിൽ എന്ത് ചെയ്യാം, ടെസ്റ്റുകളൊന്നും വരില്ല. ദെൻ നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ടെസ്റ്റുകൾ, ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ആ ടെസ്റ്റുകളുടെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ദിവസം ഇന്ന പേഷ്യന്റിന് നമുക്ക് അഡ്മിറ്റ് ചെയ്യാം, തുടർന്നുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും കൊടുക്കുന്നത്. അതാണ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്നത് ഉത്തരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് ടെസ്റ്റുകൾ വഴി നമ്മൾ രോഗനിർണയം കണ്ടെത്തുക, ആ രോഗത്തിനുള്ള ട്രീറ്റ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്യുക. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം, പ്രൊമോട്ടിംഗ് ഹെൽത്ത്. പ്രൊമോട്ട് ചെയ്യുക. പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോത്സാഹിപ്പിക്കുക. ഇവിടെ പ്രോത്സാഹിപ്പിക്കുക, അതായത് പ്രൊമോട്ടിംഗ് ഹെൽത്ത്. അതിന് ഏത് രോഗമാണോ രോഗിക്ക് അതിനായിട്ടുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും കൊടുത്തിട്ട് ആ രോഗിയുടെ ഹെൽത്തിന് അല്ലെ ആരോഗ്യത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. മീൻസ് അതിനുള്ള ട്രീറ്റ്മെന്റ്സും അല്ലെങ്കിൽ മെഡിസിൻസും കാര്യങ്ങളൊക്കെ നൽകി എന്ത് ചെയ്യുക, പേഷ്യൻസിന്റെ ഹെൽത്തിനെ നമ്മൾ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് നോക്കാം, ടീച്ചിങ്. ഇവിടെ ടീച്ചിങ് ഉദ്ദേശിക്കുന്നത് കുട്ടികളും അല്ലെങ്കിൽ ഒരു ടീച്ചറെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആ ഒരു ടീച്ചിങ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടീച്ചിങ് മീൻസ് ഇവിടെ സെയിം മീനിങ് തന്നെ ഒരു പഠനം, അതായത് രോഗികളെ കുറിച്ചുള്ള ഒരു പഠനമാണ് അല്ലെ. അവരുടെ പേഷ്യൻസിനെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താണ് രോഗം എന്നൊക്കെ മനസ്സിലാക്കി അവരെ കുറിച്ചുള്ള ഒരു പഠനമാണ് ശരിക്കും ആ ഒരു നഴ്സസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നോ ചെയ്യുന്നത്. രോഗികളെ കുറിച്ചൊരു പഠനം ചെയ്യുക. റിസർച്ച്. റിസർച്ച് മീൻസ് ഗവേഷണം എന്നാണ് അർത്ഥം അല്ലെ. ഇവിടെയും പറയുന്നത് എന്താണ് പേഷ്യൻസിന്റെ രോഗം കണ്ടുപിടിച്ച് അതിലൊരു ഗവേഷണം നടത്തുക. ഗവേഷണം മീൻസ് നമ്മള് എന്താ പറയാ ക്ലാസ്സുകളിൽ ചെയ്ത പോലെ പ്രൊജക്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുക എന്നല്ല എന്റെ അർത്ഥം വരിക. എന്താണ് ആ പേഷ്യന്റിന്റെ രോഗം, അല്ലെങ്കിൽ ഈ രോഗത്തെ കുറിച്ച് ഈ പാരമ്പര്യമായിട്ട് ഇയാൾക്ക് ഈ ഒരു പേഷ്യന്റിന് ഇങ്ങനെ ഫാമിലിയിൽ അറിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ രോഗം വന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു റിസർച്ച് പോലെ നടത്തുക. അതാണ് റിസർച്ച് എന്നോട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മെയിൻ ആയിട്ട് പോയിന്റ്സ് മാത്രം നോക്കാം, കാരണം നിങ്ങൾക്ക് പോസിറ്റീവ് ടൈപ്പ് ആണല്ലോ, നിങ്ങൾക്ക് വേറെ എസ് ഒന്നും കൂടുതലായിട്ടൊന്നും എഴുതേണ്ടതായിട്ട് വരുന്നില്ല. സോ കറക്റ്റ് ആയിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് എക്സാമ്പിളൊക്കെ ഇട്ട് പറഞ്ഞു തരാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ. പിന്നെ ചില പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതുപോലെ തന്നെ വേണമല്ലോ നമുക്ക് പറയാനായിട്ട്. ഓക്കെ, അപ്പോ റിസർച്ച്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. ഇവിടെ നമുക്ക് രോഗികൾക്ക് പേഷ്യൻസിന് എന്ത് ചെയ്യുക, രോഗികൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നഴ്സിംഗ് കെയറും അല്ലെങ്കിൽ അതിനായിട്ടുള്ളൊരു പരിചരണം അല്ലെ, ട്രീറ്റ്മെന്റ്സും പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സസ് അല്ലെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സസിന്റെ ഒരു സേവനവും നല്ലൊരു രോഗി പരിചരണം അല്ലെ, അതായത് ഡോക്ടർ വന്ന് നോക്കി പരിശോധിക്കുകയും എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ പ്രൊഫഷണൽ നഴ്സിന്റെ ഒരു സേവനവും അവർക്ക് ഉറപ്പുവരുത്തുക. നമുക്കറിയാം, നമ്മള് വാർഡിലൊക്കെ കിടക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നഴ്സസും ഡോക്ടർമാരെ എല്ലാ ദിവസവും ഒരു തോന്നുന്നു മോർണിംഗ് തന്നെയായിരിക്കും റൗണ്ട്സിന് വരുന്നത് അല്ലെ. ഡോക്ടേഴ്സ് എല്ലാ ദിവസവും വന്ന് നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കില്ലേ, ഇങ്ങനെയുണ്ട്, കുറവുണ്ടോ, റിക്കവറി ആയോ എന്നൊക്കെ നമ്മൾ വന്ന് നോക്കാറുണ്ട്. സോ അതുപോലെ തന്നെ എന്താണ്, നഴ്സസും വരാറുണ്ട്, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ BP ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ തരാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, 3 ടൈമിലും മോർണിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ അങ്ങനെ 3 ടൈമിലും ചിലപ്പോ ഇഞ്ചക്ഷനും മെഡിസിനൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നഴ്സിംഗിന്റെ കെയറും ട്രീറ്റ്മെന്റ്സും ഉറപ്പുവരുത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വാർഡുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് നോക്കാം, provide necessary equipments, essential drugs and all other stores requirements for patient care in an organized manner. ഇവിടെ ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഒരു ഹോസ്പിറ്റലിലെ ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്താണ്? മെഡിസിൻ. മെഡിസിൻ ആണ് കേട്ടോ, ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മെഡിസിൻ ആണ്. പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഹോസ്പിറ്റലില് ഈ ബെഡുകൾ മാത്രമാണോ, വേറെ എന്തൊക്കെ ഉണ്ടാവും ഒരു ഹോസ്പിറ്റലിലെ വാർഡുകൾ എന്ന് പറയുമ്പോൾ? എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് വാർഡിനുള്ളില്? ബെഡും പേഷ്യന്റും മാത്രമുള്ളൂ, വേറെ എന്തൊക്കെയുണ്ട് ഉപകരണങ്ങളൊക്കെ? നിങ്ങൾ ആദ്യം പാടി എന്തൊക്കെയാണ് നിങ്ങൾ പാടുന്നത്?
ഗ്ലൂക്കോസ് കൊടുക്കാൻ വേണ്ടിട്ട് ഉണ്ടാവും. ട്രിപ്പ് ഇടുന്നതിനുള്ള സ്റ്റാൻഡ് ഓക്സിജൻ കാണും, സിലിണ്ടർ വേണം. ഓക്സിജൻ സിലിണ്ടർ കാണും. ഓക്സിജൻ ടാങ്ക് ഉണ്ടാവും, ഓക്സിജൻ സിലിണ്ടറും നെബുലൈസേഷൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാവും. നെബുലൈസേഷൻ ഉണ്ടാവും. പിന്നെ നമുക്കറിയാം നമ്മൾക്ക് ഇഞ്ചക്ഷന്റെ സ്റ്റാൻഡില്ലേ മറ്റേ ഗ്ലൂക്കോസ് ഇട്ട സംഭവം പിന്നെ സ്റ്റാൻഡ് ഉണ്ടാവും. സ്റ്റാൻഡ് ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി എക്വിപ്മെന്റ്സ് ഒക്കെ. സോ പ്രൊവൈഡ് നെസസറി എക്വിപ്മെന്റ്സ്, അതായത് അവിടെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും ദെൻ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ്, നമ്മൾ ഡ്രഗ്സ് ഉദ്ദേശിക്കുന്നത്, ദെൻ അതർ സ്റ്റോർസ് റിക്വയർമെന്റ്, പിന്നെ എന്തൊക്കെയാണ് അവിടെ പേഷ്യൻസ് വേണ്ടി ആവശ്യമായി വരുന്ന ഉപകരണങ്ങൾ, ഇതെല്ലാം ഒരു ഓർഗനൈസ്ഡ് മാനർ മീൻസ് ഒരു സംഘടിതമായിട്ട് നല്ലൊരു രീതിയിൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഉപകരണങ്ങളും മെഡിസിനുകളും മറ്റ് ആവശ്യമായ വസ്തുക്കളും പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ വാർഡിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ഒരു പോയിന്റ്സ് വായിക്കാം, നിങ്ങളൊന്ന് മീനിങ് ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. പ്രൊമോട്ടിംഗ് ഹെൽത്ത്, ടീച്ചിങ്, റിസർച്ച്, render professional nursing and medical care to patients, provide necessary equipment, essential drugs and all other stores requirement for patient care in an organized manner. Okay, എല്ലാവർക്കും എല്ലാ പോയിന്റും കുഴപ്പമില്ലല്ലോ, മനസ്സിലായോ? ഇനി നിങ്ങളൊന്ന് വായിക്കാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ, ഉള്ള പോയിന്റ്സ് അല്ലേ? ഇത് നിങ്ങളൊന്ന് വായിക്കാം, നിങ്ങൾ സ്വയം ഒന്ന് വായിക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നില്ലേ? ഇനി നിങ്ങൾ സ്വയം വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഡെഫിനിഷനും അല്ലെങ്കിൽ പർപ്പസും ഒക്കെ ആണല്ലോ, രണ്ടും ക്ലിയർ അല്ലേ? നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ റിപ്പീറ്റ് ചെയ്യാം. നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവുകയാണ് കേട്ടോ. അടുത്തത് പോയിക്കോട്ടെ, അടുത്തത് എടുക്കാലോ. ഞാൻ പറയാം, എന്തെങ്കിലും ഒന്ന് പറയാം, ചിലപ്പോ സ്പീഡ് കൂടി പോകും, അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഞാൻ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. സ്പീഡ് കൂടെ ആണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. Okay. Then next നമുക്ക് നോക്കാം, constituent of ward space. Constituent of ward space, അതായത് നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട, ഒരു വാർഡിനുള്ളിലെ സ്പേസസ്, ഒരു വാർഡിനുള്ളിലെ ഏരിയകൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ, സ്പേസസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. Then നിങ്ങൾക്ക് ഇവിടെ നമുക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടി ഒരു ബോർഡ് പോലെ പറഞ്ഞുതരാം. പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, കോറിഡോർസ്, 3 സ്പേസസ് ആണ് വരുന്നത് അല്ലെ? അപ്പൊ നമ്മൾക്ക് ഒരു ചെറിയൊരു കോഡ് പോലെ നിങ്ങളുടെ കയ്യിൽ കോപ്പി ഉള്ളവരാണെങ്കിൽ സൈഡിൽ ഒന്ന് എഴുതിയിട്ടെ, PNC എന്നൊന്ന് എഴുതിയിടാട്ടോ. വാർഡ് സ്പേസസ്, വാർഡിന്റെ സ്പേസുകൾ നമുക്ക് PNC എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും PNC എന്നുള്ള ടേം കിട്ടും അല്ലെ? PNC ഫസ്റ്റ് ലെറ്ററിൽ കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ചിലപ്പോ നിങ്ങളെ ബൈഹാർട്ട് പഠിക്കുമ്പോ 2 പോയിന്റ് കിട്ടും, മൂന്നാമത്തെ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല ചിലപ്പോ അല്ലെ? സോ PNC എന്ന് പഠിക്കാം നമുക്ക്. വാർഡ് സ്പേസ് എന്ന് പറയുന്നത് PNC. ഇനി നോക്കാം, ഫസ്റ്റ് P എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റ് സ്പേസ്. N എന്തിനെ നമുക്ക് ഡിനോട്ട് ചെയ്യുന്നു? നഴ്സിംഗ് സ്പേസ്. P എന്ന് പറയുമ്പോൾ പേഷ്യന്റും, N എന്ന് പറയുന്നത് നഴ്സിംഗ് സ്പേസ്, C എന്ന് പറയുന്നത് കോറിഡോർസ്. ഇനി എന്താണെന്ന് വിശദീകരിച്ച് തരാം. P അല്ലെ, അല്ലെങ്കിൽ പേഷ്യന്റ് സ്പേസ്. പേഷ്യന്റ് സ്പേസിൽ ആരാ? പേഷ്യന്റ് കിടക്കുന്ന ഒരു ഏരിയയിലെ നമ്മുടെ വാർഡില് ബെഡൊക്കെ ഇട്ട് പേഷ്യൻസ് കിടക്കുന്നില്ലേ, അതാണ് ഈ പേഷ്യന്റ് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നഴ്സിംഗ് സ്പേസ്, നഴ്സുമാരുടെ ഒരു ഏരിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇനി കണ്ടിട്ടില്ല എങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ വാർഡില് വിസിറ്റിന് പോകുമ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരു വാർഡിനുള്ളില് നമ്മൾ പറഞ്ഞ ഒരു നീളത്തിൽ ഒരു റൂമാണ് ഒരു വാർഡെന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ? ആ റൂമിന്റെ അറ്റത്തായിട്ട് നഴ്സുമാർ ഇരിക്കുന്ന ഒരു ചെറിയൊരു റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു സ്ക്വയറിൽ ഒരു സ്ക്രീനെ കുറിച്ച് വളച്ചിട്ടെങ്കിലും ഉണ്ടാവും അല്ലെ? അവിടെ നഴ്സസ് ഇരിക്കാറുണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങള്? നഴ്സിംഗ് സ്റ്റേഷൻ. അതായത് അവിടെയാണ് അതാണ് നഴ്സിംഗ് സ്പേസ് എന്ന് പറയുന്നത്. അവിടെ അത്യാവശ്യം എന്തൊക്കെ ഉണ്ടാവും?
നമ്മളുടെ കുറച്ച് റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം നമുക്ക് തരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിസിൻസ്, ഇഞ്ചക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഈ ഒരു നഴ്സിംഗ് സ്പേസ് എന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആയോ? മൂന്നാമത്തത് സി എന്ന് പറയുന്നത് എന്താണ്? കോറിഡോർസ്. കോറിഡോർസ് മീൻസ് ഇടനാഴി, ചെറിയ കുഞ്ഞു വഴി പോലെയൊക്കെ. ഇപ്പൊ ഒരു നമ്മൾ പറഞ്ഞു വാർഡിന് നടക്കി കൂടി നടക്കാനൊക്കെ ചെറിയൊരു കുഞ്ഞു ഇടനാഴി, വഴി പോലെ. ഒന്നല്ല, ഒരു ചെറിയൊരു ഇടനാഴി, വഴി പോലെ, ഇടനാഴി, ചെറിയൊരു വഴി. അത്രയും നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. സോ അപ്പൊ മെയിൻ ആയിട്ട് വാർഡ് സ്പേസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇന്ന് തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു കാണും അല്ലെ? PNC വാർഡ് സ്പേസ് എന്ന് പറയുന്നത് PNC ആണ്. പേഷ്യന്റ്, നേഴ്സ് ആൻഡ് കോറിഡോർസ്. ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചില്ലേ? നാളത്തേക്ക് പഠിക്കേണ്ട ഒരു കാര്യമില്ല. PNC ഏതോ അർത്ഥത്തിൽ ചോദിച്ചാലും മനസ്സിലാക്കണം കേട്ടോ. ഏതോ അർത്ഥത്തിലും PNC എന്താണ്? വാർഡ് സ്പേസ് ആണ് PNC എന്ന് പറയുന്നത്. പേഷ്യന്റ്, നേഴ്സ്, നടക്കിയ കൂടിയുള്ള ഒരു വഴി, ഇത്രയും നോക്കാൻ മതി. പേഷ്യന്റും നേഴ്സും, പേഷ്യന്റിന്റെ നേഴ്സിന്റെ നടക്കിയ കൂടി ഒരു വഴി കൊടുക്കണം. അതാണ് കോറിഡോർസ്. ഓക്കെ, കോപ്പി ഉള്ളവര് PNC നോട്ട് ചെയ്യാം. നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ലെക്ചർ നോട്ടിൽ പോലെ ഒന്ന് എഴുതിയേക്കാട്ടോ. നമ്മുടെ പുതിയ ചാപ്റ്ററിന്റെ പേരൊക്കെ കൊടുത്തായിരുന്നോ? ലെക്ചർ നോട്ട് എടുക്കുമ്പോ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യാം? ഹോസ്പിറ്റൽ വാർഡ് ഏത് ടീച്ചറാണ് എടുക്കണം, ആ ടീച്ചറിന്റെ പേരുകളൊന്ന് ആ ഒരു സൈഡിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിടണം കേട്ടോ. കോപ്പിയിലായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവില്ലേ? ഇപ്പൊ ഏത് ടീച്ചറാണ് ഇതെടുത്തത്, അങ്ങനെ നിങ്ങൾ മാറി പോകരുത് കേട്ടോ. ടീച്ചേഴ്സിനൊക്കെ നിങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. സോ എന്ത് ചെയ്യാം? അത് നിങ്ങൾ സൈഡിൽ ഒന്ന് പേര് കേട്ടോ ടീച്ചേഴ്സിന്റെ. ഓക്കെ, ഇനി PNC എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോട്ട്ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്തിടണേ. PNC വാർഡ് സ്പേസ് എന്ന് വളരെ ഷോർട്ടാക്കി തന്നെ എഴുതിയാൽ മതി. നിങ്ങൾ ഒത്തിരി നോട്ട്സ് ഒന്നും എഴുതണ്ടല്ലോ. വാർഡ് സ്പേസ് എന്ന് കൊടുക്കാം. എന്ത് ചെയ്യാം? എല്ലാവരും എഴുതണേ നോട്ട്ബുക്കില്. ഇത്ര എഴുതിയാൽ മതി കേട്ടോ. വാർഡ് സ്പേസ് ഒരു ഹൈഫൻ ഇടാം. PNC. ഇനി PNC എന്താണെന്ന് ഒരു സൈഡിലും കൂടെ എഴുതിയേക്കട്ടാ. ഇനി എന്താണെന്ന് ഇനി നാളെ കുട്ടിയെടുത്ത് നോക്കുമ്പോ എന്താണ് ഈ P യും N ഉം C എന്നൊക്കെ ഓർക്കാൻ നോർമൽ കിട്ടിയില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. പേഷ്യന്റ്, നേഴ്സ് ആൻഡ് കോറിഡോർസ് എന്ന് എഴുതിയിടാം കേട്ടോ. ഓക്കെ, കൂടുതൽ വിശദീകരിച്ചത് എഴുതണ്ട. നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, PNC എഴുതി കഴിഞ്ഞോ എല്ലാവരും? അപ്പൊ ആ സെക്ഷൻ ഓക്കെ അല്ലെ? നമുക്ക് നെക്സ്റ്റിനോട്ട് പോകണേ. കുഞ്ഞി ടോപ്പിക്കല്ലേ കേട്ടോ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വാർഡ്. നമ്മളിപ്പോ വാർഡുകളെ പറ്റി പഠിച്ചു. എന്താണ് ഒരു വാർഡ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? അതിന്റെ പർപ്പസ് അല്ലെ? എന്തിനാണ് ഇങ്ങനെ വാർഡുകളൊക്കെ ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? വാർഡിന്റെ പർപ്പസ് നോക്കിയായിരുന്നു. നമ്മൾ പറഞ്ഞു വാർഡില് 3 സ്പേസസ് ഉണ്ട്. PNC, പേഷ്യന്റ് ഉണ്ട്, നഴ്സിംഗ് സ്പേസ് ഉണ്ട്, കോറിഡോർസ് ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് വാർഡ്. നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടോന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും ഉണ്ടാവില്ല എങ്കിലും ഓൾമോസ്റ്റ് ഒരു അത്യാവശ്യം ഒരു മൾട്ടി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ഡോക്ടേഴ്സ് ഉള്ള ഹോസ്പിറ്റലിലെ അങ്ങനെയുള്ള ഹോസ്പിറ്റലിലൊക്കെ സെപ്പറേറ്റഡ് വാർഡ്സ് ഉണ്ടാകും അല്ലെ? ഇല്ലേ? നിങ്ങൾക്കറിയില്ലേ? ഉണ്ടോ വാർഡുകൾ? എങ്ങനെയും ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഓക്കെ, നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള വാർഡുകളുണ്ട്. എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടാവില്ല അല്ലെ? ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഒരു വാർഡൊക്കെ ഉണ്ടാവുള്ളൂ. സ്പെഷ്യൽ ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡോക്ടേഴ്സ് അല്ലെ? ഇപ്പോ എന്താ പറയാ സ്പെഷ്യൽ അല്ലെങ്കിൽ എന്താ പറയാ ഗൈനക്ക് അങ്ങനെയുള്ള സെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ആ സെക്ഷന് വേണ്ടിയിട്ടായിരിക്കും സ്പെഷ്യൽ ആയിട്ടുള്ള വാർഡുകൾ വരുന്നത്. നമുക്ക് നോക്കാം ടൈപ്പ് ഓഫ് വാർഡ്. മെയിൻ ആയിട്ട് 2 തരത്തിലുള്ള വാർഡുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് നമുക്ക് നോക്കാം ജനറൽ വാർഡ്. ജനറൽ വാർഡ് ഞാൻ പറഞ്ഞു ചെറിയ ചെറിയ ഹോസ്പിറ്റലിലൊക്കെ ജനറൽ വാർഡ് കോമൺ ആയിട്ടുള്ള ഒരു വാർഡായിരിക്കും അല്ലെ? അവിടെ അത്യാവശ്യം എന്താ പറയാ ഓരോ പലതരത്തിലുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് ആയിട്ട് ആ ഒരു വാർഡിൽ കിടക്കുന്നത്. സെക്കൻഡ് വൺ സ്പെഷ്യലൈസ്ഡ് വാർഡ്. സ്പെഷ്യലൈസ്ഡ് ആ ഒരു ടേം പോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള വാർഡുകളായിരിക്കും അല്ലെ? ചില രോഗങ്ങൾ മാത്രം ആ രോഗം മാത്രമുള്ള പേഷ്യൻസ് ആയിരിക്കും ആ വാർഡിൽ കിടക്കുന്നത് അല്ലെ?
അപ്പോ ഡോക്ടേഴ്സിനായാലും ആ ഒരു സ്പെഷ്യൽ ഡോക്ടർ ആയിരിക്കും ആ വാർഡിലെ രോഗികളെ നോക്കുന്നത് അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് 2 ടൈപ്പ് ആണ്, ജനറൽ വാർഡും സ്പെഷ്യലൈസ്ഡ് വാർഡും. ജനറൽ എന്ന് പറഞ്ഞാൽ എന്താ, കോമൺ ആയിട്ട് വരുന്ന പേഷ്യൻസുകളും അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങളുള്ള പേഷ്യൻസ് ആണ് ജനറൽ വാർഡിൽ കിടക്കുന്നത്. സ്പെഷ്യലൈസ്ഡ് വാർഡിലാണ് നമ്മൾ ഇനി ആരൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് വാർഡിൽ, ഏതൊക്കെ തരത്തിലുള്ള വാർഡുകളാണ് അങ്ങനെയാണ് നോക്കുന്നത് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുള്ള ടൈമുകളൊക്കെ തന്നെയാണ് കേട്ടോ. നോക്കാം, സ്പെഷ്യലൈസ്ഡ് വാർഡിൽ വരുന്ന സെക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കാം, ഗൈനക്കോളജി മെറ്റേണിറ്റി വാർഡ്. ഗൈനിക് നിങ്ങൾക്ക് അറിയാം അല്ലെ, ഗൈനക്കോളജി അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡ്. ഇവിടെ ഗൈനിക് ആയിട്ട് വരുന്ന പേഷ്യൻസ്, ഗൈനക്കോളജി മീൻസ് അറിയാലോ, അതായത് എന്താണ് ഗർഭാവസ്ഥ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡ് മീൻസ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആയിരിക്കുമല്ലോ. മെയിൻ ആയിട്ട് അത് ഫീമെയിൽ വാർഡാണ് അല്ലെ. ഗൈനക്കോളജി മെറ്റേണിറ്റി എന്ന് പറയുന്നത് ഫീമെയിൽ വാർഡാണ്. സോ അവിടെ ഫീമെയിൽസ് മാത്രം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസുകളോ അല്ലെങ്കിൽ ഗൈനിക് ഗർഭസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർജറീസോ ട്രീറ്റ്മെന്റ്സോ അങ്ങനെ കഴിഞ്ഞ പേഷ്യൻസ് മാത്രം ഉണ്ടാവുന്നുള്ളൂ ആ ഒരു വാർഡില്. ഗൈനക് വാർഡ് അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസ് ഒക്കെ ആ ഒരു വാർഡില് വെറുമയിലോ അങ്ങനെ ആരെങ്കിലും കിടന്നാറുണ്ടോ ഇല്ല. ആ ഒരു സെക്ഷനിൽ മെറ്റേണിറ്റി കഴിഞ്ഞ പേഷ്യൻസ് മാത്രം ഉണ്ടാവുള്ളൂ ആ ഒരു വാർഡില്. അതാണ് ഫസ്റ്റ് ഗൈനക്കോളജി മെറ്റേണിറ്റി വാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ നോക്കാം, ഓങ്കോളജി. ഓങ്കോളജി ഏതുമായിട്ടാണ് റിലേറ്റഡ് ചെയ്തിരിക്കുന്നത് അറിയാത്തവരുണ്ടോ? റിലേറ്റഡ് ആണ് ഓങ്കോളജി അല്ലെ. അവിടെ മെഡിസിൻ ഉണ്ട്, സർജറി ഉണ്ട്. അതായത് ഇപ്പൊ ക്യാൻസർ പേഷ്യൻസിന് തന്നെ സർജറി ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ സർജറി കഴിഞ്ഞ പേഷ്യൻസും ഉണ്ടാകും, ക്യാൻസർ വന്നിട്ട് സർജറി കഴിഞ്ഞ പേഷ്യൻസ് ഉണ്ടാകും, മെഡിസിൻ ഫോളോ ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവും. സോ ആ ഒരു വാർഡില് ക്യാൻസർ ആയിട്ടുള്ള പേഷ്യൻസ് മാത്രം ഉണ്ടാവുള്ളൂ. അവർക്കുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ആ ഒരു വാർഡിൽ കൊടുക്കുന്നത്. അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ക്യാൻസറിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനമാണ് ആ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന് ലഭിക്കുക. നിങ്ങൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട്ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഓങ്കോളജി ഒരു ഹൈഫൺ ഇടാം, ക്യാൻസർ എഴുതാം കേട്ടോ. ഓങ്കോളജി ഒരു ഹൈഫൺ ക്യാൻസർ. അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, എഴുതണ്ട. ഇൻകേസ് എന്തെങ്കിലും അറിയാത്തവരാണെങ്കിൽ, എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. സോ അറിയാത്തവരാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതുപോലെ ഒന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ ഓങ്കോളജി. നെഫ്രോളജി. എന്താണ് നെഫ്രോളജി? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കിഡ്നി സംബന്ധമായിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പൊ സംബന്ധമായിട്ടുള്ളത്, ഇപ്പൊ മൂത്രാശയ രോഗങ്ങളോ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാറില്ലേ. ഇപ്പൊ ഡയാലിസിസ് അല്ലെങ്കിൽ ഡയാലിസിസ് കാർഡിയോളജി, ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ്. CTVS. CTVS എന്നുള്ള ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? CTVS means cardiovascular therapy. Cardiothoracic vascular surgery ആണ്. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് പുതിയ ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോട്ട്സിൽ ക്ലിയർ ആയിട്ടത് CTVSനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നുണ്ട് ഒരു ചാപ്റ്റർ കേട്ടോ. അപ്പൊ നെഫ്രോളജി എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കിഡ്നി സംബന്ധമായിട്ട് വരുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ കാർഡിയോവസ്കുലാർ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള ബൈപ്പാസ് സർജറി ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. ഹാർട്ടിന്റെ സർജറീസോ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ വാൽവിലുള്ള സർജറി ഒക്കെ നമ്മൾ കേട്ട് കാണും അല്ലെ. അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെയാണ് ഇവിടെ വരുന്നത് ഈ നെഫ്രോളജി, ഡയാലിസിസ് ഈ ഒരു സെറ്റ് വാർഡിൽ വരുന്നത്. വേറെ തരത്തിലുള്ള അസുഖങ്ങളുള്ളവരൊന്നും ഉണ്ടായിരിക്കില്ല. ഈ ഡയാലിസിസ് കഴിഞ്ഞ പേഷ്യൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ വാൽവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ സംബന്ധമായിട്ടുള്ളതോ ഇങ്ങനെയുള്ള കേസസ് ഒക്കെയാണ് നെഫ്രോളജി ആ ഒരു വാർഡിൽ വരിക. നെക്സ്റ്റ് നോക്കാം, ന്യൂറോളജി. എന്താണ് ന്യൂറോളജി? യൂറിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നാഡീ സംബന്ധമായ നാഡീ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ സ്പൈനൽ സംബന്ധമായിട്ടുള്ള നട്ടെല്ലിന്റെ വീട് നട്ടെല്ലൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ നാഡീ വ്യവസ്ഥയുടെ തകരാറ് അല്ലെങ്കിൽ നട്ടെല്ലുമായിട്ടുള്ളത് അങ്ങനെയുള്ള കേസസ് ഒക്കെയാണ് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. അപ്പോ ഈ ന്യൂറോളജിയിൽ ഒരു സ്പെഷ്യൽ ഡോക്ടർ ഉള്ള ഹോസ്പിറ്റലിലായിരിക്കില്ലേ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർഡ് സജ്ജീകരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല.
സോ ആ ഒരു അങ്ങനെയുള്ള ഒരു വാർഡിലുണ്ടെങ്കിൽ അവിടെ ഒരു ന്യൂറോളജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നെഫ്രോളജിയിൽ ഒരു ഡോക്ടർ ഉണ്ടാവും. ആ ഡോക്ടർ ഉണ്ടെങ്കിലേ ആ ഡോക്ടറിന്റെ പേഷ്യൻസിന് ഇങ്ങനെയുള്ള ഒരു വാർഡിലേക്ക് എടുത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ഹോസ്പിറ്റലുകളിലും ഇതുപോലുള്ള സെപ്പറേറ്റ് വാർഡുകൾ ഉണ്ടാവണമെന്നില്ല. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് ഡോക്ടേഴ്സ് ഇരിക്കുന്ന ഹോസ്പിറ്റലുകളിലാണ് ഇങ്ങനെയുള്ള വാർഡുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ നോക്കാം, ഒപ്താൽമോളജി. എന്താണ് ഒപ്താൽമോളജി? നേത്ര വിഭാഗമാണ് ഒപ്താൽമോളജി. നമുക്കറിയാം, കണ്ണിന്റെ ഓപ്പറേഷനോ കിരണത്തിന്റെ ഓപ്പറേഷനോ മാത്രമല്ല കേട്ടോ. അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും സർജറിയോ ചെറിയ മുറിവുകളോ അങ്ങനെ ഒരു ചിലപ്പോ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസ് ഉണ്ടാവും. ആ സെക്ഷനിൽ ഈ കണ്ണിന് ചെയ്ത പേഷ്യൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, ഒപ്താൽമോളജി സ്പെഷ്യലിസ്റ്റ് ഒരു ഡോക്ടറും ഉണ്ടാകും അല്ലെ. ഒപ്താൽമോളജി ടേം കേൾക്കാത്തവരാണ്, അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട്ബുക്കിൽ ഒന്ന് കുറിച്ചിടണം കേട്ടോ. ഒപ്താൽമോളജി ഐന്ന് ഒരു ഹൈഫൻ ഇട്ടിട്ട് ഐന്ന് കൊടുക്കാം. ഇത് എന്തുമായിട്ട് കണക്റ്റഡ് ആണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. എക്സാമിന് ചിലപ്പോ നിങ്ങളോട് ചോദിക്കാം, ഒപ്താൽമോളജി റിലേറ്റഡ് ടു, അല്ലെങ്കിൽ ഒപ്താൽമോളജി is the study of എന്തിന്റെ പഠനമാണ്, അല്ലെങ്കിൽ നേത്ര വിഭാഗം. ഓങ്കോളജി is the study of എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിച്ചൂടെ? അപ്പൊ അതൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ പഠിക്കാം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ടേമുകളൊക്കെയാണ്. ഇനി എന്തെങ്കിലും കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ കൂട്ടത്തില് അല്ലെ. നമ്മൾ ഓൾറെഡി കണ്ടിന്യൂ ചെയ്ത് പഠിക്കാതെ കുട്ടികളോ അല്ലെങ്കിൽ മറ്റു സിറ്റുവേഷൻ മൂലം ഒത്തിരി ഗ്യാപ്പ് ഉണ്ടോ വരുന്നവരൊക്കെ ഉണ്ട് അല്ലെ. സോ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യാം, ഈ ടേമുകളൊക്കെ ഒന്ന് എഴുതി വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, എളുപ്പമാണ്. പിന്നെ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ചിലപ്പോൾ ഈസി ആവുന്നില്ലല്ലോ, ചിലപ്പോൾ കുറച്ച് ടഫ് ചാപ്റ്റേഴ്സ് ഒക്കെ വരും. പക്ഷെ കുഴപ്പമില്ല, മാക്സിമം നിങ്ങൾക്ക് ടീച്ചേഴ്സ് എന്ത് ചെയ്യും, സപ്പോർട്ടീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ഗ്യാപ്പ് ഉള്ളവരാണെങ്കിലും ചിലപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ ഒരു 15 പേര് വന്നാൽ മാത്രം ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളുണ്ട്. അതിൽ കൂടുതൽ നമുക്കൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കാര്യങ്ങളൊന്നും അറിയാത്തവരുണ്ടാകും അല്ലെ. അപ്പോ അങ്ങനെയുള്ളവർക്ക് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു ട്രാക്കിലോട്ട് എത്തും കേട്ടോ. വേറെ ഒരു പ്രശ്നമൊന്നും ഇല്ല, ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല. ഒരു 2 വീക്സ് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് എത്തും. നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് പോകുമ്പോൾ പഠിച്ചു കേട്ടോ. ഓക്കെ ഓക്കെ, ചിലർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഒപ്താൽമോളജി എന്ന് പറഞ്ഞാൽ കണ്ണുമായിട്ട് നേത്ര വിഭാഗം, കണ്ണിന്റെ മാത്രം ട്രീറ്റ്മെന്റ് ആണ് ഒപ്താൽമോളജി എന്ന് പറയുന്നത് കേട്ടോ. ന്യൂറോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഡീ വ്യവസ്ഥ, ഇപ്പോ സ്പൈനൽ അല്ലെങ്കിൽ നട്ടെല്ലിന് തകരാറോ അല്ലെങ്കിൽ നട്ടെല്ലൊടിയുക അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സും അങ്ങനത്തെ ചികിത്സകളൊക്കെ ന്യൂറോളജി നെർവേഴ്സിന്റെ നട്ടെല്ല് അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥയാണ് ന്യൂറോളജി എന്ന് പറയുന്നത് കേട്ടോ. നെഫ്രോളജി മീൻസ് വൃക്ക അല്ലെങ്കിൽ ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങള്, ഡയാലിസിസ് അല്ലെങ്കിൽ CTVS മീൻസ് ഞാൻ പറഞ്ഞു ഇപ്പോ ബൈപ്പാസ് സർജറിയോ അല്ലെങ്കിൽ ഇതുപോലെ ഹൃദയത്തിന്റെ മാർഗ സംബന്ധമായ പ്രശ്നങ്ങള് അങ്ങനെയുള്ള കേസസ് ഒക്കെയാണ് നെഫ്രോളജിയിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഡൗട്ട്സ് ഉള്ളവര്, ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇനിയിപ്പോ ഈ ടേമുകള് ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് ലെക്ചർ നോട്ട് പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എടുത്തോളൂ, കുഴപ്പമില്ല കേട്ടോ. ഒപ്താൽമോളജി കണ്ണ് അങ്ങനെ നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ എടുത്തോളൂ. നിങ്ങൾക്ക് നോക്കുമ്പോ നിങ്ങളുടെ ബുക്ക് വായിക്കുമ്പോ മനസ്സിലാകണം അത്രേ ഉള്ളൂ കേട്ടോ. മാം CTVS ഒന്നുകൂടെ പറയോ മാം? ഓക്കെ, പറയാം. CTVSന്റെ ഫുൾ ഫോം ഇട്ടിട്ടുണ്ട് കേട്ടോ. കാർഡിയോ തൊറാസിക് വെസിക്കുലർ സർജറി. ഓക്കെ, അത് എഴുതി വെക്കാം. CTVS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡിയോ വെസിക്കുലർ. കാർഡിയോ നമ്മൾ കാർഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണല്ലോ കാർഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത്. കാർഡിയോ തൊറാസിക്കിൽ പെടുന്ന രോഗങ്ങളാണ് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോ ബൈപ്പാസ്
ബൈപ്പാസ് സർജറി, ഇപ്പൊ ഹാർട്ട് തുറന്നുള്ള ഹൃദയം ഓപ്പൺ സർജറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള ഓപ്പൺ സർജറി, അല്ലെങ്കിൽ പ്രത്യേക വാൽവിന്റെ തകരാറ്, അല്ലെങ്കിൽ ലങ്സിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ്, അങ്ങനെയുള്ള കേസസ്, അതായത് ഹൃദയ സംബന്ധമായിട്ട് ഹാർട്ട് ഡിസീസസ് ഒക്കെ വരുന്നതാണ് കാർഡിയോ മസ്കുലർ സർജറി വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒരു പുതിയ വേറൊരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് കാർഡിയോ മസ്കുലറിനെ പറ്റി പഠിക്കാനുണ്ട്. അതാണ് ഞാൻ ഇതിൽ കുറച്ചുകൂടി നിങ്ങളെ കൂടുതൽ അതിനെപ്പറ്റി പറയാനുള്ള കുറച്ച് പഠിക്കാത്തത് കേട്ടോ. എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക? ഹൃദയ സംബന്ധമായിട്ട് വരുന്ന കേസസുകൾ കേട്ടോ. ഓക്കെ അല്ലേ? നമ്മളൊരു പാടിലെ കോമ്പോണൻസ് ആണ് നോക്കുന്നത്. ഈ ഒരു കോമ്പോണൻസും കൊണ്ട് വരെ നമുക്ക് എടുക്കാം. കുഴപ്പമില്ലല്ലോ? ബോറിംഗ് ആയി തുടങ്ങിയോ? ഇല്ല മാം. ഓക്കെ, നെക്സ്റ്റ് ഒരു കുഞ്ഞു സെക്ഷനും കൂടി എടുക്കാം കേട്ടോ. നോക്കാം, മെയിൻ കോമ്പോണൻസ് ഓഫ് എ വാർഡ്. ഇനി ഒരു വാർഡിനുള്ളിലെ മെയിൻ കോമ്പോണൻസ് മീൻസ് നിങ്ങൾക്ക് അറിയാം ഓരോ സെക്ഷൻസുകള്, അല്ലെങ്കിൽ ഓരോ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഓരോ സെക്ഷനുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. മെയിൻ ആയിട്ട് 4 കോമ്പോണൻസ് ഉണ്ട്. നോക്കാം, ഫസ്റ്റ് പറയുന്നത് ക്ലിനിക്കൽ ഏരിയ, സെക്കൻഡ് വൺ ഓക്സിലറി ഏരിയ, തേർഡ് വൺ ആൻസിലറി ഏരിയ, ദെൻ ഫോർത്ത് വൺ സാനിറ്ററി ഏരിയ. പേരുകൾ നമ്മൾ ആരും പേടിക്കണ്ട, കേട്ടേണ്ട കാര്യമൊന്നുമില്ല, കുഴപ്പമില്ല, എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്സിലറി ആൻസിലറി ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ എന്ത് സാധനം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? കുഴപ്പമില്ല, എളുപ്പമാണ്, പേര് മാത്രമേ ഉള്ളൂ, നിങ്ങളെ നാട്ടിലോട്ട് വരുന്നല്ലേ ഉള്ളൂ. നോക്കാം കേട്ടോ, ക്ലിനിക്കൽ ഏരിയ. ഇനി പ്രാക്ടിക്സിൽ കൊടുത്തേക്കുന്നത് കണ്ടോ, ഓരോ ഏരിയയിലും പ്രാക്ടിക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഏരിയയുടെ ഉള്ളിൽ വരുന്നത് ആരൊക്കെയാണെന്നാണ് പ്രാക്ടിക്സിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. പ്രാക്ടിക്സിൽ കൊടുത്തേക്കുന്നത് ആ ഏരിയയിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണെന്നാണ് കേട്ടോ. നോക്കാം, ക്ലിനിക്കൽ ഏരിയയിൽ വരുന്ന ആരൊക്കെയാണ് നോക്കാം കേട്ടോ. പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. ക്ലിനിക്കൽ എന്ന് പറയുന്നത്, ക്ലിനിക് എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റും ഡോക്ടറും നഴ്സസും കാര്യങ്ങളൊക്കെ ഉള്ളത് ക്ലിനിക്ക്. സോ ആ ഒരു ടൈം തന്നെ ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ പേഷ്യന്റ് ഉണ്ടാവും, നേഴ്സ് ഉണ്ട് അല്ലെ? പേഷ്യന്റിന്റെ നേഴ്സസ് ഉണ്ടാവില്ലേ? നേഴ്സസ് ഉണ്ട്. നഴ്സിംഗ് കൗണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ ഒ പിയിലൊക്കെ പേഷ്യൻസ് ഉണ്ടാവില്ലേ? സോറി, നേഴ്സ് ഉണ്ടാവില്ലേ? അപ്പൊ നമ്മളുടെ ഒപ്പം തന്നെ ഡയറക്റ്റ് ആയിട്ട് നഴ്സുമാരുണ്ടാവും. ചീട്ട് എടുക്കാനും അല്ലെങ്കിൽ ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാൻ നഴ്സുമാരുണ്ടാവും. അതുപോലെ മറ്റു കൗണ്ടറുകളിലും നഴ്സിംഗ് ഉണ്ടാവും, നഴ്സസ് ഉണ്ടാവും അല്ലെ? ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒ പിയിൽ വേറെ നഴ്സുമാരുണ്ടാവും, അവർക്ക് വേറെ ചുമതലകളും ഡ്യൂട്ടീസും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ? ദെൻ ഓരോ സെക്ഷനിലും സെപ്പറേറ്റ് ചെയ്തിട്ട് നഴ്സുമാരുണ്ടാവും, ഡയറക്റ്റ് അല്ലെങ്കിലും ബാക്ക് ഓഫീസിൽ പോലെ ഇപ്പോ ഫാർമസിയിലോ അങ്ങനെയുള്ള നഴ്സസ്മാരുണ്ടാകും. അതാണ് നഴ്സിംഗ് കൗണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആകേണ്ട, മെയിൻ ആയിട്ട് നഴ്സും പേഷ്യന്റും ഉണ്ടെന്നും അത്രയും മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിക്കുക കേട്ടോ. ക്ലിനിക്കിൽ ആരുണ്ട്? നഴ്സ് ഉണ്ട്, പേഷ്യന്റ് ഉണ്ട് കേട്ടോ. അതാണ് ക്ലിനിക്കൽ ഏരിയയിൽ പറയുന്നത്. നഴ്സിംഗ് ഏരിയയും ഉണ്ട്, നഴ്സിംഗിന്റെ കൗണ്ടറും ഉണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ. ദെൻ സെക്കൻഡ് വൺ അടുത്തത് നോക്കാം കേട്ടോ, ഓക്സിലറി ഏരിയ. ഓക്സിലറി മീൻസ്, ഓക്സിലറി എന്ന് പറഞ്ഞിട്ട് ആരുണ്ടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓക്സിലറി ഇംഗ്ലീഷിന്റെ ഓക്സിലറി കേട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷിൽ നമ്മള് ഓക്സിലറി വെർബ് എന്ന് പഠിക്കാറുണ്ട്. അവിടെ മാത്രമല്ല ഈ ഒരു ടേം കേട്ടിട്ടുള്ളൂ, വേറെ ഒന്നും നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ ഗ്രാമറിലെ ഓക്സിലറി വെർബ് എന്താണ്? ഇംഗ്ലീഷിൽ ഈ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായക ക്രിയ, ഒരു ക്രിയനെ സഹായിക്കാനായിട്ട് അതോടൊപ്പം നിൽക്കുന്ന ഒരു ക്രിയയാണ് ഈ ഓക്സിലറി വെർബ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഇവിടെയും നമ്മൾ ഓക്സിലറി ഏരിയ, ക്ലിനിക്കൽ ഏരിയ എന്ന് പറഞ്ഞില്ലേ? ക്ലിനിക്കൽ ഏരിയയുടെ കൂടെ ഒരു സഹായകമായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ, അതുമായിട്ട് ക്ലിനിക്കൽ ഏരിയ ആയിട്ട് ഒരു റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയയാണ് ഓക്സിലറി ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അവിടെ ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നഴ്സസ് റൂം ആൻഡ് ഡോക്ടേഴ്സ് റൂമും. നഴ്സസിന്റെ ഒരു റൂമും ഡോക്ടേഴ്സ് റൂമും. ഡോക്ടർ ഇരിക്കുന്ന ഒരു റൂമില്ലേ? ഓരോ ഡോക്ടർമാർക്കും ഓരോ റൂമുകൾ അറേഞ്ച് ചെയ്തിട്ടില്ലേ? ആ ഒരു ഡോക്ടേഴ്സിന്റെ റൂമും നഴ്സുമാരുടെ റൂമും. നഴ്സസ് ഇരിക്കാനുള്ള ഒരു റൂമില് അവർക്കൊരു നഴ്സിംഗ് റൂം ഇല്ലേ? മരുന്നുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു നഴ്സിംഗ് റൂം ഉണ്ടാവുമല്ലോ. ആ ഒരു നഴ്സിംഗ് റൂമും ഡോക്ടേഴ്സ് റൂമും ഉൾക്കൊള്ളുന്നതാണ് ഓക്സിലറി ഏരിയ. അപ്പോ ഒരു കോഡ് പോലെ ഓർത്ത് വെക്കാം. റൂം വരുന്നതാണ് എന്ത്? ഓക്സിലറി റൂമുകളാണ്. ഡോക്ടറും നഴ്സും, നഴ്സസ് റൂം ആൻഡ് ഡോക്ടേഴ്സ് റൂം. നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ, എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റൂമുകൾ വരുന്നതാണ് എന്ത്? ഓക്സിലറി കേട്ടോ. മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, കൺഫ്യൂസിങ് വരും. നഴ്സിംഗ് റൂമും ഡോക്ടേഴ്സ് റൂമും ഉൾക്കൊള്ളുന്നതാണ് ഓക്സിലറി ഏരിയ.
ഇപ്പൊ രണ്ടെണ്ണം നോക്കിയാലോ. ഇനി മൂന്നാമത്തെ നോക്കാം. ആൻസിലറി ഏരിയ. ആൻസിലറി മീൻസ് അതുമായിട്ട് അനുബന്ധം ഏരിയ എന്നൊക്കെ പറയില്ലേ, അനുബന്ധമായിട്ട് ഈ സഹായത്തിന്റെ ഒപ്പം തന്നെ അനുബന്ധമായിട്ട് നിൽക്കുന്ന ഏരിയകൾ നോക്കാം കേട്ടോ. പാൻട്രി, ഡേ റൂം ആൻഡ് ട്രോളി ബേ. പാൻട്രി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പാൻട്രി പഠിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയോ പാൻട്രി? പാൻട്രി എന്താ പറഞ്ഞോളൂ. ഷാരി എന്താ പറഞ്ഞു? ഷാരി കേട്ടില്ല, ക്ലിയർ ആയില്ല. ഗസ്റ്റ് അടിച്ചതാണോ? ക്യാൻറ്റീൻ ആണോ മിസ്? എന്താ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന സ്ഥലമല്ലേ? ആ ഓക്കെ, പറഞ്ഞത് ശരിയാണ്. പാൻട്രി നമ്മള് കോമൺ ആയിട്ട് നോക്കിയാണെങ്കിൽ മീനിങ് കലവറ ഒരു മീനിങ് ആണ്. പാത്രങ്ങൾ കഴുകി ആ ഒരു സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. പാൻട്രി മീൻസ് പാത്രങ്ങളും, അതായത് പാത്രങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ചോറ് കറി കിട്ടുന്ന അങ്ങനെ പാത്രങ്ങളൊന്നും അല്ല വരുന്നത്. നമുക്കറിയാം ഇപ്പോ ഇഞ്ചക്ഷന്റെ ട്രെയിൻ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ചെറിയൊരു എന്താ പറയുക സ്റ്റീലിന്റെ ഒരു ട്രെയിൻ കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ട്രെയിൻസും കാര്യങ്ങളും ഇതുപോലെ അത്യാവശ്യം വേണ്ടുന്ന പാത്രങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ എന്താ പറയാ ചൂടോടെ എടുക്കുന്ന ഈ ഫ്ലാസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ അതൊക്കെ വെക്കുന്ന ഒരു ഏരിയയാണ് പാൻട്രി ഏരിയ എന്ന് പറയുന്നത്. ഡേ റൂം, ഡേ റൂം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വാർഡിനുള്ളിൽ തന്നെ ചെറിയൊരു സ്പേസസിൽ ഒരു ബെഡ് ഇട്ടിട്ടുണ്ടാവും. ചിലപ്പോ എക്സ്ട്രാ നഴ്സസിന് വേണമെങ്കിലും ഇരിക്കാം, അല്ലെങ്കിൽ വേറെ പേഷ്യൻസിന്റെ ബൈ സ്റ്റാൻഡർക്കൊക്കെ വേണമെങ്കിലും ഇരിക്കാം. ചെറിയൊരു റിഫ്രഷ്മെന്റിന് വേണ്ടി പാൻട്രി കലവറയാണ്. ഇവിടെ കലവറ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു അത്യാവശ്യം വേണ്ടുന്ന ഇപ്പൊ പാത്രങ്ങൾ അധികമൊന്നും ഉണ്ടാവില്ലല്ലോ ഒരു വാർഡില്. നമ്മളാണ് ചോക്കറി വെക്കാൻ പോകുന്നില്ലല്ലോ ഒരു വാർഡിനുള്ളില്. സോ നമ്മളുടെ ഇങ്ങനെ കുടിച്ചിലെടുക്കുന്ന ആ ട്രൈസും കാര്യങ്ങളും ഇതുപോലെ ഫ്ലാസ്കോ അല്ലെങ്കിൽ ചൂടുവെള്ളം എടുക്കുന്ന അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മുടെ പാൻട്രിയിൽ വരുന്നത് കേട്ടോ. ഡേ റൂം എന്ന് പറയുമ്പോൾ ഒരു റിഫ്രഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കാവുന്ന ഒരു റൂം, റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിലും അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ചെറിയൊരു സ്പേസ് ആണ് ഈ ഡേ റൂം എന്ന് ഉദ്ദേശിക്കുന്നത്. ട്രോളി ബേ, ട്രോളി ബേ എന്താണ്? ട്രോളി ബേ കേട്ടിട്ടുണ്ടോ? വീൽ ചെയർ, വീൽ ചെയർ വീൽ ചെയർ എന്ന് പറയാം. ഓക്കെ, നിങ്ങള് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നമ്മൾ ക്യാരി ചെയ്തോണ്ട് മരുന്നുകളൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകത്തില്ലേ? നിങ്ങളെ കുറിച്ച് ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സിനിമയിലല്ല, നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടാവും. ഞാൻ കാണാത്തവരാണെങ്കിലാണ് സിനിമയിൽ പറഞ്ഞത്. സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഒരു ചെറിയൊരു എന്താ പറയാ ഇഞ്ചക്ഷനും മരുന്നൊക്കെ നഴ്സസിന് ഒരു കൊണ്ട് പോകാറില്ലേ ഒരു സംഭവത്തില്ലേ, ഒരു ചെറിയൊരു ടേബിൾ പോലെ കണ്ടിട്ടുണ്ടോ? ക്യാരി ചെയ്തോണ്ട് പോകുന്നേ ഒരു അതിനെയാണ് നമ്മൾ ഈ ട്രോളി ബേ എന്ന് പറയുന്നത്. അത്യാവശ്യം വേണ്ടുന്ന മെഡിസിൻസ്, മെഡിസിൻ ട്രോളി, കോട്ടണം മെഡിസിൻ ട്രോളി, കൊണ്ടുപോകുന്നേ. അത്യാവശ്യം വേണ്ടുന്ന ഇഞ്ചക്ഷനും മെഡിസിൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഊതിക്കൊണ്ട് പോകും അല്ലെ. ആ ഒരു സംഭവമാണ് ഈ ട്രോളി ബേ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 3 കാര്യങ്ങളാണ് ആൻസിലറിയിൽ വരുന്നത് കേട്ടോ. പാൻട്രി വരും, ഡേ റൂം ആൻഡ് ട്രോളി ബേ. ഓക്സിലറിയിൽ എന്തൊക്കെയായിരുന്നു? റൂമുകളാണ് അല്ലെ. നഴ്സസ് റൂം അല്ലെങ്കിൽ ഡോക്ടേഴ്സ് റൂം. അതെ കളറിലൊക്കെ ഇടുന്നുണ്ട്, തള്ളുവണ്ടി, ഊതുവണ്ടി. ഓക്കെ, ഇതെല്ലാം ശരിയാണ് കേട്ടോ. ലാസ്റ്റ് വൺ നോക്കാം. സാനിറ്ററി ഏരിയ. സാനിറ്ററി പറയാനുള്ള ടോയ്ലറ്റ്സും അല്ലെങ്കിൽ അതുമായിട്ട് ബാക്ക് സൈഡിൽ വരുന്ന ഡേർട്ടി യൂട്ടിലിറ്റി അതൊക്കെയാണ് സാനിറ്ററി ഏരിയയിൽ വരുന്നത്. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടാണോ? സാനിറ്ററി ടോയ്ലറ്റ്സും ഡേർട്ടി യൂട്ടിലിറ്റി. ഡേർട്ടി യൂട്ടിലിറ്റി മീൻസ് ബാക്ക് സൈഡിൽ ഇങ്ങനെ അഴുക്കായിട്ട് അങ്ങനെ ഒരു ക്ലീൻലെസ് ആയിട്ട് കിടക്കുന്ന ഏരിയകളൊക്കെ അതാണ് സാനിറ്ററി ഏരിയയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് 4 കമ്പോണൻസ് ആണ് ഒരു വാർഡിനുള്ളത്. മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ് എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. ക്ലിനിക്കൽ ഏരിയ വരുന്നു, ഓക്സിലറി, then ancillary, then sanitary. നമുക്ക് ബാക്കിൽ നിന്ന് തുടങ്ങാം കേട്ടോ. സാനിറ്ററിയിൽ വരുന്നത് ടോയ്ലറ്റ്സും അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഡേർട്ടി ഏരിയകൾ. then ancillary വരുന്നത് പാൻട്രി, ഡേ റൂം ആൻഡ് ട്രോളി ബേ. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ട്രോളി ബേ എന്താണെന്നും ഡേ റൂം, പാൻട്രി പാത്രങ്ങളുടെ ഒക്കെ വെക്കുന്ന ഒരു ഏരിയ. then ഓക്സിലറി ഏരിയയിൽ വരുന്നതാണ് റൂമുകൾ. മാറിപ്പോകരുത് കേട്ടോ. ഈ ആൻസിലറി ഓക്സിലറി കൺഫ്യൂഷൻ ആവരുത്. സോ ഒരെണ്ണം നിങ്ങൾ കണ്ടിന്യൂ പഠിക്കുക. റൂമുകൾ വരുന്നത് ഓക്സിലറിയിലാണ്. അപ്പൊ പിന്നെ മറ്റേത് കിട്ടിക്കോളുമല്ലോ. റൂം, നഴ്സസ് റൂമും ഡോക്ടേഴ്സ് റൂമും വരുന്നത് ഓക്സിലറിയിലാണ്.
ക്ലിനിക്കൽ ഏരിയ വരുന്നത് ആരൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ പേഷ്യന്റ് നേഴ്സസും പേഷ്യന്റും. ഏരിയയും വരും, നേഴ്സിന്റെ കൗണ്ടറും വരും. ഈ 2 പേരാണ് വരുന്നത്. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. കാരണം എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് എന്താ പറയാ, എക്സാമിന് എനിക്ക് തോന്നുന്നു ചോദിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. Pantry, day room, trolley bay. Identify the components of a card. അങ്ങനെ ചോദിച്ചൂടെ? പാൻട്രി ഉണ്ട്, ഡേ റൂം ഉണ്ട്, ട്രോളി ബേ ഉണ്ട്. ഏത് കാർഡിന്റെ കമ്പോണൻസിലാണ് ഇത് ഉൾപ്പെടുന്നത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. സോ ബ്രാക്കറ്റിനുള്ളിൽ തന്നെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതാണ് ഒരു എളുപ്പത്തിൽ പറഞ്ഞത്. ഓക്സിലറി ആൻസിലറി നിങ്ങൾക്ക് മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഓക്സിലറിയിൽ പറയുന്നത് റൂമുകളാണ്. അതായത് റൂം ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, നഴ്സസിന്റെയും ഡോക്ടേഴ്സിന്റെയും റൂമുകളാണ്. പിന്നെ ക്ലിനിക്കലി നമുക്കറിയാം ഫസ്റ്റ് വരുന്നത് പേഷ്യന്റും നേഴ്സുമാണ്. സാനിറ്ററി കുഴപ്പമില്ലല്ലോ, ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ. മെയിൻ ആയിട്ട് ആ 2 നടക്കുന്ന കൺഫ്യൂഷൻ ആക്കുന്നത് അല്ലെ, ഓക്സിലറിയും ആൻസിലറിയും. ഓക്സിലറിയിൽ 3 ആണെന്നൊന്നും ആലോചിച്ച് വെക്കാം. ആൻസിലറി പിന്നെ വരുന്ന പാൻട്രിയും ഒക്കെ എന്താ ട്രോളി ബേയും കാര്യങ്ങളൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻ ടീച്ചർ എടുക്കുന്നുള്ളൂ. കുറെ എടുത്ത് നിങ്ങൾ ബോറാക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഇത്രയും എടുത്തത് എല്ലാവർക്കും ക്ലിയർ ആയോ? പ്രശ്നമൊന്നുമില്ലല്ലോ? എളുപ്പമുള്ള ചാപ്റ്ററാണ്. നമുക്ക് കുറച്ച് പഠിക്കാം കേട്ടോ. ഒരുപാട് ഒന്നും തോന്നില്ല. ക്ലിയർ ആണ് മാം. ഓക്കെ, ഇനി അപ്പൊ എന്ത് ചെയ്യാം എന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും പോർഷനിൽ ഈ പോർഷനിൽ നിങ്ങൾ എടുക്കുള്ളൂ. അപ്പൊ ഈ ഒരു പോർഷനുകൾ കൃത്യമായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ ക്ലാസ്? മിസ് നമുക്ക് ആകെ എത്ര മിസ്സുമാരാണ് നമുക്ക് ക്ലാസ് നോട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടാണ്? എത്ര മിസ്സും മുസ്ലിം പെണ്ണുണ്ട് അവിടെ ഇത് ഓൺ ആക്കിയിട്ടേ. റിഷാന ഒന്ന് മ്യൂട്ട് ചെയ്യും. മിസ് പോയോ? കഴിഞ്ഞ ക്ലാസ്